ബിസൈഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ബൈ ദ സൈഡ് ഓഫ് എന്നാണ്. അതായത് നെക്സ്റ്റ് ടു, അരികിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരാളുടെ പൊസിഷൻ, സ്ഥാനത്തിനെ സൂചിപ്പിക്കാനാണ് ഈ ബിസൈഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ബിസൈഡ്, സൈഡ്, ഇവിടെ ഉണ്ട് സൈഡ്, ബൈ ദ സൈഡ് ഓഫ്, അരികിൽ എന്നുള്ള അർത്ഥത്തിലാണ് ബിസൈഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ബിസൈഡ്സ്, സൈഡ്സ്, ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻ അഡീഷൻ ടു, കൂടാതെ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. കൂടാതെ, ഇൻ അഡീഷൻ ടു. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ, ഇൻ അഡീഷൻ ടു എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ രണ്ട് വാക്കിന്റെയും അർത്ഥം നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ബിസൈഡ് എന്ന് പറഞ്ഞാൽ ബൈ ദ സൈഡ് ഓഫ്, അരികിൽ, ഒരു സ്ഥാനം, പൊസിഷനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ ബിസൈഡ്സ്, അവസാനം എസ് വരുന്ന ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ, ഇൻ അഡീഷൻ ടു എന്നുള്ള അർത്ഥത്തിൽ വരുന്നു. പ്രീവിയസ് ആയിട്ട് ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഡ് യു സ്പീക്ക് ടു എനി വൺ ഡാഷ് കാർത്തിക്? ഓപ്ഷനിൽ ബിസൈഡും ഉണ്ട്, ബിസൈഡ്സും ഉണ്ട്. കാർത്തികിനെ കൂടാതെ നീ വേറെ ആർക്കെങ്കിലും സംസാരിച്ചിരുന്നു. കാർത്തികിനെ കൂടാതെ, ഇവിടെ കൂടാതെ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോ കൂടാതെ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന വാക്ക് ബിസൈഡ്സ് ആണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം ബിസൈഡ്സ് ആണ്. രണ്ടാമത്തെ ചോദ്യം, ഹി വാസ് സ്റ്റാൻഡിങ് ഡാഷ് ഹെർ. നിൽക്കുകയാണ്. ഇവിടെ ഒരു സ്ഥാനത്തെ സൂചിപ്പിക്കാനാണ്. സ്റ്റാൻഡിങ്, നിൽക്കുന്നു. എവിടെയാ നിൽക്കുന്നത്? അവളുടെ അരികിൽ. അപ്പൊ അരികിൽ എന്ന് പറയുമ്പോൾ ബിസൈഡ് ആണ് വരുന്നത്. അരികിൽ, ബിസൈഡ്. ഹി വാസ് സ്റ്റാൻഡിങ് ബിസൈഡ് ഹെർ എന്നാണ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ, ഇൻ അഡീഷൻ ടു എന്നാണ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ ബൈ ദ സൈഡ് ഓഫ്, അരികിൽ എന്നാണ് ഇതിന്റെ അർത്ഥം.